കഴിഞ്ഞ ദിവസം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയിരുന്നു. അതിനുള്ള കറിയാണ് ഇപ്പോൾ റെഡിയാക്കിയത്. പച്ചപ്പട്ടാണിയും ഉരുളക്കിഴങ്ങും കൂടി മസാല ചാറ് കറിയാണ് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് കറിയിലോട്ട് പോകാം. പച്ചപ്പട്ടാണി വേവിച്ച് വെച്ചിട്ടുണ്ട്. പകുതി വേവിൽ കുറച്ച് വേവിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് നമ്മൾക്കിട്ട് പിന്നെയും കുറച്ചും കൂടെ ബിസിൽ വരും. അപ്പോൾ കുറച്ചുകൂടെ നന്നായി വേവുമല്ലോ രണ്ടും. ഉരുളക്കിഴങ്ങെല്ലാം വെച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, അത് കഴിഞ്ഞ് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും ഇട്ട് 1 സ്പൂൺ ഗരം മസാലയും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമ്മൾക്ക് കുക്കർ അടച്ച് വെച്ച് നന്നായി വേവിച്ച് എടുക്കാം. ഇളക്കി നല്ലോണം മൂടി വെച്ച് ഒരു 2-3 വിസിൽ വിടാം. അത് വിസിൽ വരുമ്പോഴേക്കും നമ്മൾക്ക് തേങ്ങ ചിരണ്ടി എടുക്കാം. തേങ്ങ ചിരണ്ടി മിക്സിയിലെ ജാറിലിട്ട് അരച്ചെടുക്കാം കേട്ടോ. തേങ്ങ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾക്ക് കുറച്ച് കുരുമുളക് ചേർക്കാം. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ജീരകം, ചിലവർക്കൊന്നും അത് ഇഷ്ടമല്ലല്ലോ, എനിക്ക് അത്ര ഇഷ്ടമല്ല, അതിനാൽ കുറച്ചിടാം. അതിന് വെളുത്തുള്ളിയും തൊലിച്ച് ചേർത്തിട്ട് നന്നായി നമ്മൾക്ക് അരച്ചിട്ട് വരാം. അങ്ങനെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മൾക്കത് കൂട്ടാനൊക്കെ കുക്കർ തുറന്ന് നോക്കുമ്പോൾ നന്നായി വെന്തിട്ടൊക്കെ ഉണ്ട്. അതിൽ നമ്മൾക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നന്നായി ഇളക്കി കുറച്ച് നന്നായി തിളയ്ക്കുമ്പോഴേക്ക് നല്ലോണം അങ്ങനെ കുറേ നേരം തിളയ്ക്കണ്ട, കുറച്ച് തിളച്ചിട്ട് നമുക്ക് ഇറക്കി മാറ്റി വയ്ക്കാം. തേങ്ങ ഒഴിച്ച് തിളയ്ക്കുമ്പോഴേക്കും നമ്മൾക്ക് കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ച്, ചുവന്നുള്ളി ഞാൻ അരിഞ്ഞു എടുത്തിട്ടുണ്ട്, കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾക്ക് തിളച്ച് കിട്ടിയിട്ടുണ്ട്. അതിന് മാറ്റി വെച്ചിട്ട് കടുക് തളിക്കാം. ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി കടുക് ഇട്ടു. അത് പോരാതെ വന്നപ്പോൾ കുറച്ചും കൂടി ഇട്ടതാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾക്ക് കടുക് പൊട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. അടച്ച് വെച്ചു. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. നമ്മൾക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കുറച്ച് നേരം ഇത്തിരി ഇളക്കിയിട്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റിയ ശേഷം കരിയാതെ കറിയിലോട്ട് ചേർക്കാം. അതെല്ലാം കരിയാതെ നമ്മൾക്ക് കുറച്ച് നേരം ഇളക്കി കൊടുക്കണം. അതായി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് കറക്റ്റായ കറിയിലേക്ക് ചേർത്ത് നമ്മുടെ മസാല കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബൈ, സീ യു.